അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് നഈമി വിഷൻ കുടുംബങ്ങളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് എന്ന് കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇന്നത്തെ ക്ലാസ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമുക്ക് അല്പം കാര്യങ്ങളൊന്ന് പഠിക്കാം. അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ റബ്ബല്ലേ, നമ്മളെയൊക്കെ സൃഷ്ടിച്ച, നമുക്ക് എല്ലാം വാരിക്കോരി തന്ന റബ്ബ്. ആ റബ്ബിനെ കുറിച്ചാണ് പറയുന്നത്. ആരും വിട്ടിട്ട് പോകരുത്. ഇത് പ്രത്യേകിച്ച് ദിക്റൊന്നും അല്ലല്ലോ, നമുക്ക് സമ്പത്ത് കിട്ടുന്ന കാര്യമൊന്നും അല്ലല്ലോ, നമ്മുടെ ഒരുപാട് അഭിവൃദ്ധിയും അനുഗ്രഹങ്ങളും കിട്ടുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ പറയുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ. അതുകൊണ്ട് ഇന്ന് കേൾക്കണ്ടെന്ന് പറഞ്ഞ് ആരും പോകരുത്. നമ്മുടെ റബ്ബ്, ഇതെല്ലാം നമുക്ക് തരേണ്ടുന്ന റബ്ബ്. നമുക്ക് എന്തുണ്ടെങ്കിൽ നമുക്ക് തരേണ്ട ആരാ? റബ്ബ. എത്ര ദിക്ർ ചൊല്ലിയാലും, സമ്പത്തുണ്ടാകാനായാലും, ഐശ്വര്യം ഉണ്ടാകാനായാലും, ഇനി വീടുണ്ടാകാനായാലും, കല്യാണം ശരിയാകാനാണെങ്കിലും, ഇതിനൊക്കെ നമ്മൾ ദിക്റുകളും ആ ഖുർആൻ സൂറത്തുകളും ആയത്തുകളും ഒക്കെ ഓതുമല്ലോ. അതൊക്കെ തരേണ്ടതാരാ? ഒക്കെ റബ്ബാണ്. ആ റബ്ബിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ആരും കേൾക്കാതെ പോകരുത്, ഇട്ടിട്ട് പോകരുത്. ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അല്പം നമുക്കൊന്ന് പഠിക്കാം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്ത ഒരു ഹദീസാണ്. ഒരു ദിവസം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ കുറേ യുദ്ധത്തടവുകാരെ കൊണ്ടുവന്നു. കുറെ യുദ്ധത്തടവുകാർ, യുദ്ധത്തിൽ പിടിക്കപ്പെട്ട യുദ്ധത്തടവുകാരെ ഹാജരാക്കപ്പെട്ടു. അവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ ആ കൊണ്ടുവന്ന യുദ്ധത്തടവുകാർക്കിടയിൽ കിടന്ന് ഓടി നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയാണ്. എന്തിനാ ഓടുന്നത്? തൻ്റെ കുഞ്ഞെവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. പാൽ കുടിക്കുന്ന കുഞ്ഞായിരുന്നു. ആ കുഞ്ഞെന്ത് ആരുടെ കയ്യിലുണ്ട്, ആ കുഞ്ഞിനെ ഒന്ന് കണ്ടുപിടിക്കാനാണ് സ്ത്രീ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നടക്കുന്നത്. ആ സമയത്ത് ആ കുട്ടിയെ തിരഞ്ഞുകൊണ്ട് ഈ സ്ത്രീ ഇങ്ങനെ ഓടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയാണ്, അല്ലയോ സഹാബത്തെ, ആ സ്ത്രീ കുഞ്ഞിനെ തിരഞ്ഞ് ഓടി നടക്കുന്നത് നിങ്ങൾ കാണുന്നോ? അതേ നബിയെ കാണുന്നുണ്ട്. അവരുടെ കുഞ്ഞിനെ എടുത്ത് തീയിലേക്ക് എറിയാൻ പോയാൽ ആ ഉമ്മ സമ്മതിക്കുമോ? ആ ഉമ്മ സമ്മതിക്കുമോ? കുട്ടിയെ തീയിലെറിയാൻ സമ്മതിക്കുമോ? ആ മാതാവ് സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ആ സ്ത്രീ എന്തു ചെയ്യുന്നു? കുട്ടിയെ ഓടി നടഞ്ഞ് തെരഞ്ഞ് കണ്ടുപിടിച്ചു. അങ്ങനെ കുട്ടിയെ കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് കുട്ടിക്ക് മുത്തം കൊടുക്കുകയും തൻ്റെ നെഞ്ചിലേക്ക് കുട്ടിയെ ചേർത്ത് വെക്കുകയും അല്പം അകലേക്ക് മാറിയിരുന്ന് കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുകയാണ്. ആ മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞിനെക്കുറിച്ചും ആ ഉമ്മയെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, ആ ഉമ്മയുടെ കയ്യിൽ നിന്നും ആ കുഞ്ഞിനെ വാങ്ങി തീയിലേക്ക് എറിയാൻ ആ ഉമ്മ സമ്മതിക്കുമോ? സഹാബത്ത് പറഞ്ഞു, ഒരിക്കലുമില്ല, സമ്മതിക്കുകയില്ല നബിയെ. ആ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലയോ സ്വഹാബത്തേ, അല്ലയോ സ്വഹാബാ, ആ ഉമ്മയ്ക്ക് ആ കുഞ്ഞിനോട് എത്രമാത്രം വാത്സല്യമുണ്ടോ, ആ ഉമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യം എത്ര വലുതാണോ, അതിനേക്കാൾ എത്രയോ ഇരട്ടി വലുതാണ് അള്ളാഹു അവൻ്റെ അടിമകളായ നമ്മളോട് കാണിക്കുന്ന കാരുണ്യം. കണ്ടോ? ആ ഉമ്മ ആ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യം നിങ്ങൾ കാണുന്നില്ലേ? എന്നാൽ അതിനേക്കാൾ എത്രയോ വലുതാണ്, എത്രയോ ഉപരിയാണ് അള്ളാഹു തൻ്റെ അടിമകളായ നമ്മളോട് കാണിക്കുന്ന കാരുണ്യമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഈ ഹദീസ് രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം. സഹോദരന്മാരെ, അത്രയ്ക്ക് കാരുണ്യമുള്ളവനാണ് അല്ലാഹു തആല. നമ്മളാരും നരകത്തിൽ പോകണമെന്ന് അള്ളാഹിന് യാതൊരു ഇഷ്ടവുമില്ല. നമ്മളൊക്കെ നരകത്തിൽ പോകണമെന്ന് അള്ളാഹുവിന് അങ്ങനെ ആഗ്രഹമില്ല. പക്ഷെ നമ്മൾ ആ നരകം ചോദിച്ചു വാങ്ങാൻ അങ്ങനെ നടക്കുകയാണ്.
അള്ള പറഞ്ഞത് കേൾക്കാതെ, അള്ള പറഞ്ഞതനുസരിക്കാതെ, ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് ആ നരകം വേണം എന്ന് പറഞ്ഞ് ജനങ്ങൾ നടന്നാൽ പിന്നെ എന്ത് ചെയ്യാനാണ്? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ മക്കളെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എനിക്കോ നിങ്ങൾക്കോ ആ നരകത്തിൽ പോകാൻ സാധ്യമാണോ? ആ നരകത്തിൽ പോകാൻ നമുക്ക് കഴിവുണ്ടോ? ആ നരകത്തിൻ്റെ ഒരു സെക്കൻഡ് സമയത്ത് ചൂട് പോലും ഏറ്റുവാങ്ങാൻ റബ്ബേ ഞങ്ങൾക്ക് കഴിയില്ല. അള്ളാഹുവെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഈ ഇൽമ് പറഞ്ഞു കൊടുക്കുന്ന എന്നെയും ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, ഉമ്മമാർ, പെങ്ങന്മാർ, ഉപ്പമാർ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ നിന്റെ കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ കാരണമായി അള്ളാഹുവെ സ്വർഗത്തിൽ ഞങ്ങളെയൊക്കെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അള്ളാഹുവെ ഞാൻ ഇൽമ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മാധ്യമമായ നഈമി വിഷൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ, അതിലൂടെ വരുന്ന ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുന്നവരുണ്ട്, അത് പഠിക്കുന്നവരുണ്ട്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്. അള്ളാഹുവെ അവർക്കൊക്കെ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അവർക്കെല്ലാം എല്ലാവിധ ഖൈറും ബറക്കത്തും നീ നൽകണം റഹ്മാനെ. അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ വിഷയത്തിൻ്റെ ബാക്കി കൂടി പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ കാരുണ്യമുള്ളവരാണ്. നമുക്ക് അള്ളാഹു നൽകുന്ന കാരുണ്യം വളരെ വലുതാണ്. വളരെ വലിയ കാരുണ്യമാണ് അള്ളാഹു നൽകുന്നത്. അള്ളാഹു നമ്മളോട് വലിയ സ്നേഹമുള്ളവനാണ്. നമ്മളെ നരകത്തിൽ പോകരുത് എന്നാണ് അള്ളാഹുവിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നമ്മൾ ആ രൂപത്തിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണം. നിങ്ങളെല്ലാം എനിക്ക് വേണ്ടിയും ദുആരക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹ്. മനുഷ്യൻ ചോദിച്ചതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. നിങ്ങൾ ചോദിച്ച വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹ്, അള്ളാഹുവിനോട് ചോദിച്ചതൊക്കെയും അള്ളാഹു നൽകി. അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചതൊക്കെ, നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കുന്നു, അള്ളാഹ് നൽകിക്കൊണ്ടിരിക്കുന്നു. ചോദിക്കാത്തതും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനുശേഷം അള്ളാഹ് പറഞ്ഞു, വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. എത്ര അനുഗ്രഹങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ആ അനുഗ്രഹങ്ങളെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ നടക്കൂല. ഞാൻ നൽകിയ അനുഗ്രഹങ്ങളെ ഒരു ഓഡിറ്റിംഗ് നടത്താൻ തീരുമാനിച്ചാൽ അത് നടക്കുകയില്ല, സാധ്യമല്ല. എത്ര വലിയ വലിയ ബിസിനസ്സുകാരും എത്ര വലിയ സംരംഭം നടത്തുന്നവർക്കും ഓഡിറ്റിംഗ് ഉണ്ട്. അതിൻ്റെ എണ്ണങ്ങളും കണക്കുകളും ക്ലിപ്തപ്പെടുത്താൻ കഴിയും. അള്ളാഹിൻ്റെ അനുഗ്രഹത്തെ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല. അതൊന്ന് കറക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. എത്രയാണെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല എന്നാര് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞതാണ്. വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തണമെന്ന് വിചാരിച്ചാൽ നടക്കൂല. എന്നാൽ ഞാനിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങൾ മനുഷ്യന് കൊടുത്തിട്ടും, ചോദിക്കുന്നതെല്ലാം കൊടുത്തിട്ടും, ചോദിക്കാത്തതൊക്കെ കൊടുത്തിട്ടും ചില മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണ്? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില മനുഷ്യന്മാരുടെ അവസ്ഥ എന്താ? ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. അള്ളാഹ് ആ കൂട്ടത്തിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. എന്താ അള്ളാഹ് പറഞ്ഞത്? ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, ലളൂമുൻ കഫാർ, അവൻ അക്രമിയാണ്, അതുപോലെ തന്നെ നന്ദി കെട്ടവനാണ്. നന്ദി കെട്ടവനും അക്രമിയുമാണ് മനുഷ്യൻ. അള്ളാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നില്ല. അത് വലിയ മോശമല്ലേ? അള്ളാഹ് ചെയ്ത ഒരു കടുകുമണിയോളം വലിപ്പമുള്ള അനുഗ്രഹമാണെങ്കിലും ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്ത് തീർക്കാൻ നമുക്ക് സാധ്യമല്ല സഹോദരന്മാരെ, നമുക്ക് സാധ്യമല്ല. ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്ത് തീർക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ നന്ദി ചെയ്യുക, അള്ളാഹിനെ ഓർക്കുക, അള്ളാഹിനെ ഇഷ്ടപ്പെടുക, അവന് വേണ്ടി അവൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹ് ഇഷ്ടമാണ്. അള്ളാഹുവിന് നമ്മളോട് സന്തോഷമുണ്ടാകും, ഇഷ്ടമുണ്ടാകും. അള്ളാഹ് ഇഷ്ടപ്പെട്ടാൽ രക്ഷപ്പെട്ടില്ലേ? അതുകൊണ്ട് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഓർമ്മ നമുക്കുണ്ടാകണം, എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം ആ ഓർമ്മ. അള്ളാഹ് പറഞ്ഞ ആയത്തിൻ്റെ അവസാനം സൂറത്ത് ഇബ്രാഹീമിൽ
34-ാമത്തെ ആയത്തിലാണ് അള്ളാഹ് പറഞ്ഞത്. അതുകൊണ്ട് ആ ലാസ്റ്റ് പറഞ്ഞ ആ വിഭാഗത്തിൽ ഞാനും നിങ്ങളും പെട്ടുപോകരുത്. ഇന്നൽ ഇൻസാന ലവലൂമുൻ കഫാർ, മനുഷ്യൻ നന്ദി കെട്ടവനാണ്, അക്രമിയാണ്. അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം ഇങ്ങനെ പറയാൻ കാരണം എന്താ? എത്ര അനുഗ്രഹം ഭാര്യക്കൊരു കൊടുത്തിട്ടും നന്ദി ചെയ്യുന്നില്ല മനുഷ്യൻ. ഒരു നേരം നിസ്കരിക്കുന്നുണ്ടോ? ചില മനുഷ്യന്മാർ ഒരു നേരം നിസ്കരിക്കൂല, ഒരു വഖത്ത് നിസ്കരിക്കൂല. അവന് ബിസിനസ്സിന് സമയമുണ്ട്, ഭക്ഷണം കഴിക്കാൻ സമയമുണ്ട്, കുടുംബത്തോടു കൂടെ കറങ്ങി നടക്കാൻ സമയമുണ്ട്, ടൂറ് പോകാൻ സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. നിസ്കരിക്കാൻ സമയമില്ല. എന്ന് ആലോചിച്ച് നോക്കിയേ. കൂടിപ്പോയ 5 മിനിറ്റ് സമയം പോരെ ഒരു വഖത്ത് നിസ്കരിക്കാൻ? ളുഹ്റൊന്ന് നിസ്കരിക്കാൻ 5 മിനിറ്റ് സമയം പോരെ? ആ 5 മിനിറ്റ് എടുക്കാൻ നമ്മുടെ ഇല്ലല്ലോ. എത്ര മണിക്കൂറാണ് നമ്മൾ മൊബൈൽ നോക്കി സമയം കളയുന്നത്? എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ ഒരാളും ഒരു വഖത്ത് നിസ്കാരവും മുടക്കരുത് കേട്ടോ. സഹോദരന്മാരോട് പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും നിസ്കാരം മുടക്കരുത്. നിങ്ങളൊക്കെ നിസ്കരിക്കുക, ഇബാദത്ത് ചെയ്യുമ്പോൾ ഈ സാധുവായ പാവപ്പെട്ട എനിക്ക് വേണ്ടി നിങ്ങൾ ദുആരക്കണം എന്നെല്ലാവരെയും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങളുടെ ദുആയൊക്കെയാണ് നമുക്ക് പ്രതീക്ഷ. അതുകൊണ്ട് എല്ലാവരും ദുആരക്കണം. നിങ്ങൾ നോക്കൂ, ആ ആയത്തിൽ പറഞ്ഞില്ലേ, ലാ വഇൻ തഉദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാന്ന്. അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ നോക്കിയാൽ പറ്റൂല എന്ന് പറഞ്ഞില്ലേ? അതിനെക്കുറിച്ച് മഹാനായ ഇമാം ബഗവി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, ലാ തുഹ്സുഹാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഐ ലാ തുതീഖു അദ്ദഹാ, അതിനെ എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയൂല. വലൽ ഖിയാമ ബിശുക്രിഹാ, ആ അള്ളാഹിൻ്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്ത് തീർക്കാൻ നിങ്ങൾക്ക് പറ്റൂല. അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹം ഉണ്ടല്ലോ, അതിന് വേണ്ട രൂപത്തിൽ നന്ദി ചെയ്ത് എൻ്റെ ഇത്രയും അനുഗ്രഹത്തിൽ ഞാൻ നന്ദി ചെയ്ത് തീർത്തു എന്ന് പറയാൻ പറ്റൂല. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് തീർക്കാനും നമുക്ക് പറ്റൂല, എണ്ണി തിട്ടപ്പെടുത്താനും കഴിയൂല. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് തീർക്കാനും നമുക്ക് പറ്റൂല, കഴിയില്ല നമുക്ക്. അങ്ങനെയാണ് മനുഷ്യൻ. അതുകൊണ്ട് അള്ളാഹിൻ്റെ അനുഗ്രഹം അത്രയ്ക്ക് വലുതാണ്. മഹാനായ ഇമാം ബഗവി റളിയല്ലാഹു അൻഹു പറഞ്ഞാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി മഹാനായ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറയുന്നു, വഇൻ തഉദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ എന്ന് പറഞ്ഞാൽ ലാ തുഹ്സുറുഹാ വലാ തുതീഖു അദ്ദ അൻവാഇഹാ. ഓരോ അനുഗ്രഹത്തെ എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് അവിടെ ഇരിക്കട്ടെ. ഇനി അനുഗ്രഹങ്ങളുടെ ഓരോ ഗ്രൂപ്പുകളുണ്ടല്ലോ, ഓരോ ഇനങ്ങൾ നമുക്ക് നോക്കാം. ആ ഇനങ്ങൾ എത്ര ഉണ്ടെന്ന് പോലും തിട്ടപ്പെടുത്താൻ പറ്റൂല. അനുഗ്രഹങ്ങളുടെ ഒരു ഗ്രൂപ്പുകളെ വേണമെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ എണ്ണം എടുക്കാൻ പറ്റൂല. പിന്നല്ലേ ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള ഓരോന്നും പിന്നെയല്ലേ എണ്ണാൻ പറ്റുന്നത് എന്ന്. ഫളൻ അൻ അഫ്രാദിഹാന്ന്, അതായത് ഇപ്പം 10 ഗ്രൂപ്പായിട്ട് അനുഗ്രഹങ്ങളെ 10 ഗ്രൂപ്പുകളുണ്ടെന്ന് വെച്ചു. ആ ഓരോ ഗ്രൂപ്പിലും ചിലപ്പം 1000 അനുഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഓരോ ഗ്രൂപ്പുകളിലും 1000 അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിലും 10,000 അനുഗ്രഹങ്ങൾ വീതമുണ്ട്. അങ്ങനെ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് പോലും തിട്ടപ്പെടുത്താൻ പറ്റൂല. പിന്നല്ലേ ഓരോ അനുഗ്രഹങ്ങളെ തിട്ടപ്പെടുത്തുന്നത്? അത് അറ്റമില്ലാത്തതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അറ്റമില്ലാത്തതാണ് എന്ന് മഹാനായ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹിൻ്റെ കാരുണ്യം വളരെ വലുതാണ്. അള്ളാഹിൻ്റെ കാരുണ്യം വളരെ വലുതാണ്. അതിനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് തീർക്കാനും നമുക്ക് കഴിയൂല. അപ്പൊ കഴിവിൻ്റെ പരമാവധി നന്ദി ചെയ്യണം. കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിന് നന്ദി ചെയ്യുക, അള്ളാഹിനെ സ്നേഹിക്കുക, ഇബാദത്ത് ചെയ്യുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുക. ഇതൊക്കെ ചെയ്യണം. അള്ളാഹിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കണം. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ ഉപദേശം ജീവിതത്തിൽ പകർത്തണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഇത് കേട്ടവരൊക്കെ ഉപകാരപ്പെട്ടെങ്കിൽ അൽഹംദുലില്ലാ എന്നൊരു കമൻറ്റ് രേഖപ്പെടുത്താൻ നിങ്ങൾ മറന്നു പോകരുത്. അൽഹംദുലില്ലാ പറയുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ കൂലി കിട്ടും. അൽഹംദുലില്ലാ എന്ന് ആദ്യം പറയണം, എന്നിട്ട് അൽഹംദുലില്ലാ നിങ്ങൾ രേഖപ്പെടുത്തണം. എന്തിനു വേണ്ടിയാ? നിങ്ങളിത് കേട്ടു എന്ന് എനിക്കിത് സന്തോഷത്തിന് വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.